ഗവൺമെന്റ് ആഗ്രഹം. പക്ഷേ ഇതിപ്പോൾ ഈ BJP പറയുന്ന ഒരു കാര്യം LDF-ഉം UDF-ഉം ചേർന്ന് ശബരിമലയിലെ സ്വർണം കൊള്ള നടത്തി എന്നുള്ളതാണ്. അല്ല, BJP അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി അവർ കൊണ്ടുപോവുകയാണ് ആ തരത്തിൽ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം BJP അല്ലേ ഇതിനകത്തെ മറ്റൊരു കൂട്ടർ. ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഈ തന്ത്രിയുടെ അളിയൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അറിയോ? അയച്ചിരുന്നു. അതൊന്ന്. രണ്ട്, BJPയുടെ പല പരിപാടികൾക്കും അദ്ദേഹം പോയി പങ്കെടുക്കാറുണ്ടായിരുന്നു. ശ്രീധരൻപിള്ളയാണല്ലോ ഓടി വീട്ടിൽ പോയി സ്വീകരിച്ച് ചോദിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെ? അതുപോലെ മറ്റൊരു കാര്യം, ഈ പോറ്റി ആദ്യം BJPയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിലാണ് ആദ്യം ആളിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് BJPയുടെ ചാനലിൽ അത് വരുന്നത്. അവരിൻ്റെ പിന്നിലെന്താ കളിച്ചിരിക്കുന്നത്? ഈ പങ്കജ് ഭണ്ഡാരിക്കും മറ്റേ ഗോപാലനുമൊക്കെ BJPയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ തന്ത്രിയുടെ ഒരു വാദം, ജാമ്യ ഹർജിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാദം പോറ്റിയുമായി ബന്ധമുള്ള ആൾ താൻ എന്ന തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. പോറ്റിയുടെ പല ബന്ധുക്കളും ഇതിനോടകം തന്നെ ഇതിനു മുൻപ് തന്നെ ശബരിമലയിലെ ജീവനക്കാരായിരുന്നു എന്നാണ്. ഇല്ല, ആയിരിക്കാം. ഏതായിരുന്നാലും വന്നത് KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് പോറ്റി ശബരിമലയിൽ 2004. അതിന് ശേഷം ഇങ്ങോട്ട് എടുക്കുമ്പോൾ പോറ്റി ഈ ശബരിമല തന്ത്രി അറിയാതെ പോറ്റിക്ക് അവിടെ ഉപശാന്തിയായിട്ടോ സഹശാന്തിയായിട്ടോ ഈ പണിയെല്ലാം നടത്താൻ പറ്റുമോ? ഇനി മറ്റൊരു കാര്യം, അവിടുത്തെ ദേവപ്രശ്നങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരിയില അവിടുത്തെ ശ്രീകോവിലിനകത്ത് അനക്കുകയോ ചെയ്യണമെങ്കിൽ അത് തന്ത്രി അറിയാതെ ചെയ്യാൻ പറ്റും. എന്നാലോചിച്ച് നോക്കി. അതിൻ്റെ ആരാ കസ്റ്റോഡിയൻ? അപ്പോൾ അതിന് ന്യായമായ സമാധാനം വേണ്ട. ഇത് കൊണ്ടുപോയതും ഇളക്കിയതും ആര് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്? ഇവൻ്റെ കൊടുത്തുവിടാൻ, പോറ്റിയെ കൊടുത്തുവിടാൻ ആര് പറഞ്ഞു? ഇതെല്ലാം സംബന്ധിച്ച് സാമാന്യ ബുദ്ധി. ഇപ്പം നമ്മൾ മറ്റൊരു കൂട്ടർ പറഞ്ഞു എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് തനിക്ക് അതിൽ റോളില്ല. അത് നിങ്ങൾ സാമാന്യ ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്ക്. ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പുനർനിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്കല്ല റോൾ. അല്ല, ഇതിന് അദ്ദേഹം കത്ത് കൊടുക്കാതെ ഇവർക്കൊന്നും ബോർഡിന് പോലും അടങ്ങാൻ പറ്റിയല്ല. ഈ ഏതെങ്കിലും ഒന്ന് ഇളക്കിയെടുക്കാനോ ഇത് കൊണ്ടുപോകാനോ ഒക്കെയുള്ള അധികാര അവകാശവും ആദ്യമായി ആവശ്യപ്പെടേണ്ടത് തന്ത്രിയാണ്. അങ്ങനെയുള്ള രേഖകൾ കിട്ടിയോണ്ടല്ലേ അവർ ഈ കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് അറസ്റ്റിലേക്ക് പോയത്. ഇപ്പോൾ ഒരു കീഴ്ക്കോടതിയിലെ ഒരു വിജിലൻസ് കോടതി ഇത് പറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് നമ്മളല്ല എന്ന് വാദിച്ച് നിങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ട്. നമുക്ക് സത്യസന്ധമായിട്ട് SITയുടെ റിപ്പോർട്ട് വരട്ടെ. അവർ ഈ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം വരും. നമുക്കത് വിളിച്ച് വെച്ച് പരിശോധിക്കാം. അപ്പോൾ ഈ കാര്യത്തിൽ ഓരോരുത്തരുടെ ബന്ധം എന്താണ്, ഇതിലെത്രത്തോളം റോളുണ്ട്, ആരൊക്കെ പ്രതിപ്പട്ടികയിൽ വരുന്നു, ഇതെല്ലാം കോടതി മുമ്പ് വരണമല്ലോ. കോടതി എവിഡൻസ് കോർട്ടാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇതിൻ്റെ വിചാരണ നടക്കും. ഇപ്പോൾ പ്രതികളാണ്. ആ വിചാരണ നടക്കുമ്പോഴാണ് പ്രതിയാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുക. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. കുറ്റക്കാരാണോ ഇല്ലയോ വേണ്ടത്, നമ്മളല്ല. പ്രതികളാണെന്നുള്ളത് പോലീസ് അന്വേഷിക്കാം. അതിനാണ് SIT വെച്ചത്. എന്നാൽ ഒരു കാര്യം നിങ്ങളും പൊതുജനങ്ങൾക്കും അറിയാം, കോടതിയാണ് SIT തീരുമാനിച്ചത്. കോടതിക്ക് വിശ്വാസമുള്ള ടീമാണ്. സർക്കാർ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു. അവിടെ കോടതി സർക്കാരുമായിട്ട് ഒരേ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ആദ്യം മുതൽ ഒരേ വാചകം പറയുന്നത്, ഇപ്പോഴും അത് പറയുന്നു. കൃത്യമായി ഇത് മുഴുവൻ അന്വേഷിക്കണം, വെളിയിൽ കൊണ്ടുവരണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല, ഏത് പാർട്ടിക്കാരായിരുന്നു. ഇപ്പോൾ തന്ത്രി നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു വരുന്ന വാദങ്ങളെ തള്ളുകയാണ്. അല്ല, ഇപ്പം ഞാൻ നിഷ്കളങ്കനാണെന്നോ അതല്ലെന്നോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തില്ലേ, അവർക്ക് തെളിവ് കിട്ടിയില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു. ഡിവിഷൻ ബെഞ്ച് അറിയാതെ അറസ്റ്റ് ചെയ്യൂ. ഇതുകൊണ്ട് കൊടുത്തതിന് ശേഷമല്ലേ അറസ്റ്റിലേക്ക് പോയി. വിജിലൻസ് കോടതി നമ്മളൊരു താഴെയുള്ളൊരു കോടതിയും ഹയർ കോടതിയും തമ്മിൽ നമുക്ക് അത്രയെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട്. കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠമല്ലേ ഹൈക്കോടതി, അതും 2 ജഡ്ജിമാർ. ഒരു സാധാരണ വിജിലൻസ് കോടതിയും അതും തമ്മിൽ എന്തുമാത്രം അകലമുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കോടതി പരിശോധിക്കട്ടെ. ഹൈക്കോടതി തന്നെ പരിശോധിച്ചത് സംബന്ധിച്ച് വിശദീകരണം വരും, സംശയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.